ദുഃഖവെള്ളിയും കടന്നു പോയാൽ എന്നിലനുതാപമേകാതെ മറിഞ്ഞാൽ യേശുവേ ജീവിതം പൂർണ്ണമായി നിഷ്ഫലം. അനുതാപമേകണമേ എന്നിൽ അനുതാപമേകണമേ. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, യോഹന്നാൻ 19:30 വിനാഗിരി സ്വീകരിച്ചതിന് ശേഷം യേശു പറഞ്ഞു, എല്ലാം പൂർത്തിയായി. വിജയം കൊടുത്തവന്, വിസ്മയം കൊടുത്തവന് തിരികെ നാവ് തണുപ്പിക്കാൻ വിനാഗിരി വെച്ച് നീട്ടിയ ലോകം. പക്ഷെ ആ വിനാഗിരിയും സന്തോഷത്തോടെ സ്വീകരിച്ച് രുചിച്ചിട്ട് മനുഷ്യൻ്റെ സർവ്വ പ്രതികാരവും നിന്ദനവും സ്വീകരിച്ചിട്ട് യേശു പറയുകയാണ്, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഭൂമിയുടെ കെട്ടുപാടുകളിൽ നിനക്കെല്ലാം പൂർത്തീകരിക്കണമെങ്കിൽ നിനക്ക് വച്ചു നീട്ടുന്ന വിനാഗിരി കൂടി സ്വീകരിക്കണം. ലോകത്തിന് ഇതൊരിക്കലും മനസ്സിലാവില്ല. നീ വിജയം കൊടുത്തവർ, നീ ഊട്ടിയവർ, നീ വളർത്തിയവർ, നീ പറക്കം പറ്റിച്ചവർ, നീ പറത്തിവിട്ടവർ ഒക്കെ തിരിച്ച് നിനക്ക് വിനാഗിരി തരും, പുളിപ്പ് നൽകും. ആ പുളിപ്പും കൂടെ പരാതിയില്ലാതെ സ്വീകരിക്കുമ്പോൾ നീ യശ്വായായി മാറും, എല്ലാം പൂർത്തീകരിക്കപ്പെടും. അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, നന്മയ്ക്ക് പകരം നന്മ ചെയ്തിട്ട് എന്ത് കാര്യം? അത് സ്വാഭാവികം. പക്ഷേ നിന്റെ നന്മയ്ക്ക് പകരം പുളിച്ച വിനാഗിരി വെച്ച് നീട്ടുമ്പോൾ അതും കൂടി രുചിച്ചിട്ട് നീ ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. നിങ്ങൾക്ക് വച്ചു നീട്ടിയ എല്ലാ പുളിപ്പും വിനാഗിരിയും ഭാരങ്ങളും നിങ്ങളെ പൂർണ്ണതയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പണ്ടത്തെ ദൗർബല്യങ്ങൾ മാറ്റി നിങ്ങളെ പൂർണ്ണരാക്കിയത് മനുഷ്യർ വച്ചു നീട്ടിയ വിനാഗിരിയാണ്. ആമേൻ. ആമേൻ. ആമേൻ.